സഹോദരിമാരെ, കാറൂൻ എന്ന് പറഞ്ഞാൽ മഹാനായ കലീമുല്ലാഹ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ടവനാ. ആ മൂസാ നബിയുടെ ജനതയിൽ തന്നെ അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തവനാ കാറൂൻ. അങ്ങനെ ഒരുപാട് സമ്പത്ത് കിട്ടിയപ്പോ, ഒരുപാട് സമ്പത്ത് അല്ലാഹു കാറൂന് കൊടുത്തപ്പോ കാറൂൻ പണം കൊണ്ട് അഹങ്കരിക്കാൻ തുടങ്ങി. കാറൂൻ അഹങ്കരിക്കാൻ തുടങ്ങി. കാറൂന് പുറകം കൊള്ളാൻ തുടങ്ങി. തനിക്ക് ലഭിച്ച സമ്പത്ത് കൊണ്ട് മൂസാ നബി ധിക്കരിക്കാൻ തുടങ്ങി. മൂസാ നബി എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ച സിദ്ധമായ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോകുന്ന അല്ലാഹുവിനെ പോലും ധിക്കരിക്കുകയാ. സഹോദരങ്ങളെ, ആ സമയത്ത് മൂസാ നബി ഒരുപാട് ഉപദേശിച്ചു. കാറൂനെ, ഈ പണം കൊണ്ട് നീ അഹങ്കരിക്കല്ലേ. ഈ പണം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചെടുക്കാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട്. അതുകൊണ്ട് കാറൂനെ നീ അഹങ്കരിക്കല്ലേ. ഇന്നല്ലെങ്കിൽ ഈ പണം നാളെ പടച്ചിറപ്പി തിരിച്ചെടുക്കുന്നതോ. അതുകൊണ്ട് അഹങ്കാരം നമുക്ക് വേണ്ട എന്ന് കാറൂനോട് പറഞ്ഞപ്പോ, കാറൂനോട് ഉപദേശിച്ചപ്പോ, ആ സമയത്ത് കാറൂൻ പറഞ്ഞ എന്തെന്നറിയോ? കാറൂൻ ആ സമയത്ത് എന്താ പറഞ്ഞ്? എടാ മൂസാ, നീ പറഞ്ഞാൽ ഇനി ഞാൻ ചെയ്യടാ, നീ പറഞ്ഞാൽ ഇനി ഞാൻ ആവർത്തിച്ച് ചെയ്യുമടാ, നീ പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെയും അഹങ്കരിക്കുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, വീണ്ടും അഹങ്കരിച്ചു തുടങ്ങിയപ്പോ വീണ്ടും സമ്പത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമ്പത്ത് കുന്നുകൂടിയപ്പോ തന്റെ സ്വന്തം നാട്ടിലോട് 10,000 പെണ്ണുങ്ങൾ, 10,000 തേരാളികൾ, 10,000 കുതിരകൾ, അതിന്റെ പുറകെ സ്വർണ്ണരഥം, അതിന്റെ പുറകെ നഗ്നരായ തരുണീമണികൾ, വെഞ്ചാമരം വീശുകൊണ്ട് 5 ലക്ഷത്തോളം പേര് പങ്കെടുത്ത പ്രകടനം നടത്തുകയോ. 5 ലക്ഷത്തോളം പേര് പങ്കെടുത്ത പ്രകടനം നടത്തുകയാണ്. അതിൽ 10,000 പെണ്ണുങ്ങളുണ്ട്, 10,000 തേരാളികൾ, 10,000 ആനക്കൂട്ടങ്ങൾ, 10,000 കുതിരകൾ, അതിന്റെ പുറകിൽ സ്വർണ്ണരഥം, അതിന്റെ പുറകിൽ നഗ്നരായ തരുണിമണികൾ വെഞ്ചാമരം വീശി 5 ലക്ഷത്തോളം പേര് പങ്കെടുത്ത പ്രകടനം നടത്തി. ഇങ്ങനെ 5 ലക്ഷത്തോളം പേര് പങ്കെടുത്ത പ്രകടനമൊക്കെ നടത്തിയപ്പോ ആ സമയത്ത് വഴിയരികിൽ നിൽക്കുന്ന ഈ പ്രകടനം കാണുന്ന ജനങ്ങൾ, ആ സമയത്ത് അവിടെ നിൽക്കുന്ന ജനങ്ങൾ 2 വിഭാഗമായി. ഈ 5 ലക്ഷത്തോളം പേര് പങ്കെടുത്ത പ്രകടനം കണ്ടപ്പോ ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആളുകൾ 2 വിഭാഗമായി. ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവേ, അല്ലാഹുവേ, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, അല്ലാഹുവേ, നീ കാറൂന് കൊടുത്തതുപോലെ, കാറൂന് നൽകിയതുപോലെ കുറച്ച് പൈസ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അല്ലാഹ് എന്നൊരു വിഭാഗം ആളുകൾ പറഞ്ഞു. എന്താ പറഞ്ഞേ? അല്ലാഹു നീ കാറൂന് കൊടുത്തതുപോലെ കുറച്ച് പൈസ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അല്ലാഹ് എന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞപ്പോ ആ സമയത്ത് അവിടെയുള്ള വിവരമുള്ള ആളുകൾ, പണ്ഡിതന്മാര് പറഞ്ഞു, നിങ്ങൾ നാശമാണ് വിശ്വസിച്ചിരിക്കുന്നത്. നിങ്ങൾ കാറൂന്റെ ആ മോശമായ സമൂഹത്തിന്റെ മേലാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നാശമാണ് എന്ന് മറുവിഭാഗം ആളുകൾ പറഞ്ഞു. അങ്ങനെ 2 വിഭാഗമായി. ഒരു വിഭാഗം ആളുകൾ ഈമാനിൽ അടിയുറച്ചുകൊണ്ട് അല്ലാഹുവിനെ മറക്കാതെ സമയത്ത് അവിടെ അടിയുറച്ചു നിന്നപ്പോ ഒരു വിഭാഗം ആളുകൾ കാറൂന്റെ ഭാഗത്തു നിന്നോ
സെക്കൻഡിലും തിരിച്ചെടുക്കാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട്. അത് നീ മറക്കല്ല. അത് മറന്ന് നീ തുള്ളിക്കളിക്കല്ല എന്ന് പറഞ്ഞപ്പോ കാറൂൻ ആ സമയത്ത് വീണ്ടും അഹങ്കരിക്കുകയോ, എടാ മൂസ, എടാ മൂസ, നീ പറഞ്ഞ ഞാൻ അനുസരിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? എന്റെ സമ്പത്തുണ്ടായത് എന്റെ അറിവ് കൊണ്ടോ? എനിക്ക് വേണ്ടത്ര അറിവും ത്രാണിയും പത്രാസും പവറും എല്ലാം എനിക്കുണ്ട്. അതുകൊണ്ട് ഇനി ഒരാളുടെ ഉപദേശ മാർഗനിർദ്ദേശവും എനിക്ക് വേണ്ട. എന്നാരും ഉപദേശിക്കണ്ട, എന്നാരും നന്നാക്കാൻ ശ്രമിക്കണ്ട എന്നിവിടുന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, ആ സമയത്ത് അല്ലാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇങ്ങനെയൊക്കെ കാറൂൻ അഹങ്കരിച്ചിട്ടും, ഇങ്ങനെയൊക്കെ കാറൂൻ അല്ലാഹു കൊടുത്ത സമ്പത്ത് കൊണ്ട് ഇങ്ങനെയൊക്കെ അഹങ്കരിച്ചപ്പോ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കാറൂനോട്. അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംആ വലാ യസ്അലു അൻ ദുനൂബിഹിൽ മുജ്രിമൂൻ. അല്ലാഹു ചോദിക്കുക, ഈ കാറൂനേക്കാളും മുമ്പ്, ഈ കാറൂൻ വരുന്നതിന് മുമ്പ് അവനെക്കാളും വലിയ ഒരു സംഘത്തെ, ഇവനെക്കാളും വലിയൊരു സംഘബലമുള്ള ഒരു സമൂഹത്തെ ഞാൻ നശിപ്പിച്ചത് ഈ കാറൂൻ അറിഞ്ഞിട്ടില്ലേ? അല്ലാഹു ചോദിക്കുകയാ. ഇങ്ങനെയൊക്കെ ആയത്തിറങ്ങിയിട്ടും അല്ലാഹുവിന്റെ ചോദ്യം ഇറങ്ങിയിട്ടും മൂസാ നബി തന്റെ ഹൃദയം ഉപദേശിച്ചിട്ടും അവസാനം ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അവസാനം മാനസാന്തരത്തിന്റെ മനസ്സ് വരുന്നില്ല, മാനസാന്തരത്തിന്റെ മനസ്സ് വരുന്നില്ല എന്ന് കണ്ടപ്പോ അല്ലാഹു സമൂഹത്തിന്റെ മേൽ, അല്ലാഹുവിനെ ധിക്കരിച്ച കാറൂന്റെ സമൂഹത്തിന്റെ മേൽ അല്ലാഹുവിന്റെ അതികഠിനമായ അദാബ് ഇറങ്ങുകയോ, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയോ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ തുടങ്ങി. فخسفنا به وبداره الأرض فما كان له ناصرة ينصرونه من دون الله وما كان من المنتصرين. ആ സമയത്ത് അവരുടെ മേൽ ഭൂമി പിളർന്നു, അവരുടെ മേൽ ഭൂമി പിളർന്നു. ആ സമയത്ത് കാറൂനെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടായില്ല. അങ്ങനെ കാറൂനെയും അവന്റെ സംഘത്തെയും അവന്റെ ഭവനത്തെയും അവന്റെ സമ്പത്തിനെയും അവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിക്കടിയിലോട്ട് ആഴ്ത്തിക്കളഞ്ഞു, ഈ ഭൂമിക്കടിയിലോട്ട് ആഴ്ത്തിക്കളഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തന്ന പണം കൊണ്ട് അഹങ്കരിച്ചു കഴിഞ്ഞാ ദുനിയാവിൽ തന്നെ നമുക്ക് പരീക്ഷണങ്ങൾ വരുന്നോ? കാറൂൻ അല്ലാഹു കൊടുത്ത ശിക്ഷ കണ്ടില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും തന്നെ അവിശ്വാസികൾ, കാഫിര്യങ്ങൾ ഒരിക്കലും തന്നെ വിജയിക്കുകയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അഹങ്കാരം നമുക്ക് വേണ്ട. അല്ലാഹു തന്ന പണം കൊണ്ട് അഹങ്കരിക്കണ്ട. ഇതൊക്കെ നശ്വരമാണ്. ഈ ദുനിയാവ് നശ്വരമാണ്, ഈ ദുനിയാവ് നശ്വരമാണ്. ദുനിയാവ് സൂക്ഷിക്കേണ്ടതാണ് നഞ്ച, പരലോകമെന്ന് കൊള്ളതായാൽ മഞ്ച. ദുനിയാവ് സൂക്ഷിക്കേണ്ടതാണ് നഞ്ച, പരലോകമെന്ന് കൊള്ളതായാൽ മഞ്ച. ഈ ദുനിയാവിൽ നീ ചെയ്യുന്നത് മുഴുവനും പരലോകത്തിന് വേണ്ടിയാണെങ്കിൽ, പരലോക വിജയത്തിനാണെങ്കിൽ പൊന്നുമോനെ നീ രക്ഷപ്പെട്ടു. പൊന്നുമോനെ, ഈ ദുനിയാവിൽ നീ ചെയ്യുന്നതെല്ലാം ആഖിറത്തിന് വേണ്ടി ചെയ്തോ. എന്നാൽ നിനക്ക് രക്ഷയുണ്ട്, എന്നാൽ നിനക്ക് വിജയമുണ്ട്. അല്ലാഹു നമ്മുടെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മുടെ വിജയികൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ഇഖ്ലാസുള്ള ജീവിതം നയിക്കുക. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക്, സഹോദരിമാർക്ക് ഇന്നല്ലാഹുണ്ടെന്ന ബോധമില്ല, പടച്ചറപ്പുണ്ടെന്ന ബോധമില്ല, ഇഖ്ലാസില്ല, സബറില്ല, ഈമാനില്ല, തഖ്വയില്ല. എല്ലാം ഇന്ന് ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് ഇന്ന് അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയില്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് എത്ര ആളുകളോ കള്ളു കുടിച്ച് കൂത്തോടി പരിസരബോധം നഷ്ടപ്പെടുത്തുന്നോ? എത്രയോ ആളുകൾ നമുക്കിടയിലില്ലേ? അല്ലേ, കള്ളു കുടിച്ച് കൂത്തോടുന്നവർ എത്രയോ ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലേ? ഇസ്ലാം ഹറാമാക്കിയതാണ് മദ്യം,
മറന്നു നടക്കുന്ന എത്രയോ ആളുകൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കള്ളുകുടിയുടെ ഗൗരവമെന്തോ, മദ്യത്തിന്റെ ഗൗരവമെന്തോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയോ, മദ്യപിക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കള്ളുകുടിച്ചുകൊണ്ട് ബോധമില്ലാതെ വീട്ടിന്റെ കത്ത് കടന്നു വന്നിട്ട് സ്വന്തം നൊന്ത് പ്രസവിച്ച ഉമ്മയെ പോലും കടിക്കറുത്ത് കൊല്ലാൻ മടി കാണിക്കാത്ത 2 വയസ്സുള്ള 4 വയസ്സുള്ള 6 വയസ്സുള്ള പെൺകുട്ടികളെ പോലും ക്രൂരമായി മാനഭംഗപ്പെടുത്ത കാമത്തിന്റെ മൃഗത്തിന്റെ കണ്ണുകൾ എന്റെ മുഖത്തിൽ സമ്മാനിക്കുന്ന ഏറ്റവും വലിയ വിഷദ്രാവകമാകുന്ന മദ്യമുണ്ടല്ലോ, ആ മദ്യം കുടിച്ചുകൊണ്ട് നടക്കുന്നവരെ, ആ മദ്യം വിളപ്പിക്കൊണ്ട് നടക്കുന്നവരെ, മദ്യം വെറുപ്പില്ലാതെ മനസ്സിനകത്ത് സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, നീ നിസ്കരിച്ചാലും സ്വതക്ക ചെയ്താലും സക്കാത്ത് കൊടുത്താലും എത്ര ഇബാദത്ത് എടുത്താലും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതുവരെ എന്നറിയോ? അല്ലാഹുവേ, ഇനി ഒരിക്കലും ഞാൻ കള്ളു കുടിക്കില്ല എന്ന് പറഞ്ഞ് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിയാലില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു സൽക്കർമ്മവും സ്വീകരിക്കില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കള്ളു കുടിക്കുന്നതിന്റെ ഗൗരവം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എത്ര ചെറുപ്പക്കാരാണ്, ഈ ന്യൂ ഇയറിന്റെ അന്ന് വരെ എത്ര ചെറുപ്പക്കാരാണ് ലക്ഷക്കണക്കിന് രൂപയുടെ മദ്യം കുടിച്ചു തീർത്തത്. എല്ലാ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ മദ്യത്തിന്റെ ഗൗരവം പറഞ്ഞു തരികയോ, കള്ളു കുടിച്ച് നടക്കുന്നവനാണ് ഖിയാമത്ത് നാളിൽ വരുന്നത്. എങ്ങനെയാണ് വരുന്നതെന്നറിയോ? അവന്റെ നെഞ്ചിലേക്ക് അവന്റെ നാവിനെ ഇങ്ങനെ വലിച്ചിറക്കി കൊടുക്കുകയോ, എന്നിട്ട് അവൻ വരുന്നതാണ് അവന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ പുറത്തേക്ക് വന്ന് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയൊലിക്കുന്നു. ആ സമയത്ത് അക്ഷരയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും അവനെ തിരിച്ചറിയുകയോ, ആ വരുന്നവർ മുഴുവനും കള്ളുകുടിയന്മാരോ. അങ്ങനെ ദുനിയാവിന്റെ കുത്തി കള്ളുകുടിച്ച് കൂത്താടുന്നവരുണ്ടെങ്കിൽ പഠിച്ചു കൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ പറയോ, കള്ളുകുടിയന്മാർക്കുള്ള ശിക്ഷ അല്ലാഹുവിന്റെ റസൂൽ പറയോ, അല്ലാഹു ഒന്നാമതായിട്ട് കൊടുക്കുന്നുണ്ടോ, എന്ന് പറയുന്ന പാനീയം അല്ലാഹു കള്ളുകുടിയന്മാർ കൊടുക്കി വെച്ചിരിക്കുകയോ. പൊന്നുമോനെ, കള്ളെന്ന് പറഞ്ഞ് ബ്രാൻഡി എന്ന് പറഞ്ഞ് വിസ്കി എന്ന് പറഞ്ഞ് കള്ളു കുടിച്ച് കൂത്താടുന്നവരെ പഠിച്ചുകൊള്ളുക. ഇന്ന് മരിച്ച നാളൊക്കെ വരികയല്ലേ, ഒരു 3 പിടി മണ്ണ് വാരിയിടാ പോലും ആളില്ലാത്ത, സ്നേഹബന്ധത്തിന് വിലയില്ലാത്ത കാലഘട്ടമോ. ആ ഖബറിന്റെ അകത്ത് അല്ലാഹു നിനക്ക് വല്ലാത്ത അദാബ് തരുമെന്ന് മാത്രമല്ല, അയ്യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ, തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന പാനീയം അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിരിക്കുകയാ. ഇത് കേട്ടപ്പോ സഹാബത്തിന് പോലും വല്ലാത്ത അത്ഭുതമായി. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, യാ റസൂലല്ലാഹ്, വമാ തീനത്തുൽ ഖബാൽ, നബിയെ എന്താണ് ഈ തീനത്തുൽ ഖബാൽ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, സഹാബ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, സഹാബ ഈ പാനീയം ഏതെന്നറിയോ? തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ നാളെ കത്തിക്കാണെന്ന നരകത്തിന്റെ അഗ്നികാരായ ആളുകളുടെ ശരീരത്തിൽ നിന്ന് വെന്തുരുകി വലിച്ചു വരുന്ന ചീഞ്ചലമാകുന്ന വിയർപ്പ് തുള്ളികളുണ്ടല്ലോ, ആ വിയർപ്പ് തുള്ളികളാണ് തീനത്തുൽ ഖബാൽ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതായിട്ട് പറയോ, അല്ലാഹു കള്ളുകുടിയന്മാർക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ പാനീയം സ്വർഗം നിറഞ്ഞുകൊണ്ട് നടക്കുന്ന കള്ളുകുടിയന്മാർക്ക് അല്ലാഹു രണ്ടാമതായിട്ട് കൊടുക്കുന്നത് അത് നെഹ്റിൻ
നരകത്തിയുണ്ടല്ലോ, ആ നരകത്തി മുഴുവനും ഒരുമിച്ച് കൂടുന്നൊരു മഹാസമുദ്രമുണ്ട്. അതാണ് നഗരിന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ സഹോദരങ്ങളെ കൂടെ നടന്നവരില്ല, തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചവരില്ല, തകർന്ന മനസ്സുമായി കൊണ്ട് നടന്നവരില്ല, ആരുമില്ല, ആരാരുമില്ല. അവരുടെ തൊട്ടുക്കോ ഭയാനകമാണ്, ഭീകരമോ. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായിട്ട് പറയുകയാ. എന്നിട്ട് അല്ലാഹു മൂന്നാമതായിട്ട് കള്ളുകുടിയന്മാർക്ക് കൊടുക്കുന്നുണ്ടോ സഹോദരങ്ങളെ, സഹോദരിമാരെ? എന്നിട്ട് അല്ലാഹു കള്ളുകുടിയന്മാർക്ക് മൂന്നാമതായിട്ട് കൊടുക്കുന്നുണ്ടോ? ആ മൂന്നാമത്തെ പാനീയം ഏതെന്നറിയോ? ആ പാനീയത്തിൽ നിന്നൊരു തുള്ളിയെങ്ങാനും വായിലേക്ക് വെച്ചു കഴിഞ്ഞോ, ആ പാനീയത്തിൽ നിന്നൊരു തുള്ളിയെങ്ങാനും വായിലേക്ക് വെച്ചു കഴിഞ്ഞോ, മുഖമുരുകി പോകുന്നതോ, കണ്ണിലൊരുകി പോകുന്നതോ, പോകുന്നതോ, ആ പാനീയത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ആ പാനീയത്തിൽ നിന്നൊരു തുള്ളിയെങ്ങാനും ആകാശ ലോകത്ത് നിന്ന് താഴെ കുഴിച്ചു കഴിഞ്ഞോ, ആകാശ ലോകങ്ങൾ മുഴുവനും കരിഞ്ഞു പോകുന്നതോ. ഇതിൽ നിന്നൊരു തുള്ളിയല്ലേ കള്ളുകുടിയന്മാർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മദ്യപാനം നമുക്ക് വേണ്ട. അല്ലാഹുവിനെ മറന്നുകൊണ്ടല്ലോ തമ്മാടിത്തരങ്ങൾ നമുക്ക് വേണ്ട. പടച്ചറബിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഈ കാര്യവും നമുക്ക് വേണ്ട. അതുകൊണ്ട് സഹോദരങ്ങളെ, തമ്മാടിത്തരങ്ങളോട് വിട പറയുക. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇതൊക്കെ ഹറാമാണെന്ന് നമുക്കറിയോ, മദ്യം ഹറാമാണെന്ന് നമുക്കറിയോ. എന്നിട്ട് പടച്ചറബിനെ ധിക്കരിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ സ്വർഗം മറന്നുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലില്ലേ. അല്ലാഹു നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ഇന്നത്തെ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ? ഇന്നത്തെ നമ്മുടെ മക്കളുടെ ജീവിത ശൈലി എങ്ങനെയാ, ജീവിത രീതി എങ്ങനെയാ? ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ? പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ, നിസ്കാരം നല്ലതുപോലെ തഖ്വയോടെ നിസ്കരിക്കാൻ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹുകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് പരിഷ്കാരത്തിന്റെ കൂലംകുത്തിയൊടുക്കിൽ ഇന്ന് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ മാഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ എന്താ? ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന നിസ്കാരമല്ല, ഖുർആനല്ല, സ്വലാത്തല്ല, ദിക്റല്ല, പിന്നെ എന്താ? നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാ ജിമിക്കി കമ്മൽ. ഇന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ജിമിക്കി കമ്മല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ വെറുതെ പറയുകയല്ല. ഈ അടുത്ത് സോഷ്യൽ മീഡിയകളിൽ വല്ലാതെ വൈറലായ ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിരിക്കും. എന്താണ് വീഡിയോ? എന്താണ് വീഡിയോ? ഒരു പ്രിയപ്പെട്ട ഉമ്മ, ഒരു മുസ്ലിമത്തായ ഉമ്മ, ഒരു മുസ്ലിമത്തായ ഉമ്മയതാ തന്റെ 2 വയസ്സോ 3 വയസ്സോ ഉള്ള മകളെ, തന്റെ മകളെ തൊട്ടിൽ കിടത്തിയിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ എന്ന പ്രിയപ്പെട്ട കുഞ്ഞിനതാ താരാട്ട് പാട്ട് പാടിക്കൊടുക്കുകയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ താരാട്ട് പാട്ട് പാടിക്കൊടുക്കുകയാ. എന്താ പാടിക്കൊടുക്കുന്നേ? എന്താ? നമ്മുടെ ജിമിക്കി കമ്മൽ. എന്താ പാടിക്കൊടുക്കുന്നത്? ഇത് വെറുതെ പറയല്ലേ, ഈ അടുത്ത് വാട്സപ്പിലൊക്കെ വന്നതാ. എന്നിട്ട് ജിമിക്കി കമ്മൽ 2 വരി പാടിക്കൊടുത്തപ്പോ ഈ കുഞ്ഞിന് നല്ല സന്തോഷമായി, നല്ല സന്തോഷമായി. ഇത് കഴിഞ്ഞിട്ട് ഈ പ്രിയപ്പെട്ട ഉമ്മ തന്നെ 2 വരി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് ഈ ജിമിക്കി കമ്മൽ 2 വരി പാടിക്കൊടുത്തതിന് ശേഷം ഈ പ്രിയപ്പെട്ട ഉമ്മ തന്നെ 2 വരി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക. 2 വരി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോ ആ കുഞ്ഞ് പൊട്ടിക്കരയുകയാ. ആ കുഞ്ഞിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ്റുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താരാട്ട് പാട്ട് ആ കുഞ്ഞിന്
കുഞ്ഞിന് കേൾക്കാൻ സാധിക്കുന്നില്ല. ആ കുഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ജിമിക്കി കമ്മൽ അപ്പൊ ആ സമയത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വേണ്ട വേണ്ട എന്ന് ആ കുഞ്ഞ് തൊട്ടിൽ കിടന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ ചോദിക്കുന്നു, നേരത്തെ പാടി ജിമിക്കി കമ്മലാണ് വേണ്ടത്, നേരത്തെ പാടി ജിമിക്കി കമ്മലാണ് വേണ്ടതെന്ന്. അപ്പൊ കുഞ്ഞിന് സംസാരിക്കാൻ കഴിവില്ല, സംസാര വൈഭവമില്ല, സംസാര ശേഷി എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ കുഞ്ഞ് ജിമിക്കി കമ്മൽ കാണിച്ചപ്പോ അപ്പൊ ആ ഉമ്മ ജിമിക്കി കമ്മൽ പാടി കൊടുക്കുമ്പോ കുഞ്ഞിന് നല്ല സന്തോഷമായി. വീണ്ടും ലാലാൽ കൊടുക്കുന്നു. അപ്പൊ പൊട്ടിക്കറിയ അല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ വേണ്ട എന്ന് പറയാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തുകൊണ്ടാണ് ഈ ലോകത്തോട്ട് ജനിച്ചു വീടൊരു കുഞ്ഞിന് പോലും അല്ലാഹുവിന്റെ പേര് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ജിമിക്കി കമ്മൽ വേണമെന്ന് പറയുന്നു? എന്തുകൊണ്ടാ? എന്റെ പ്രിയപ്പെട്ടവരെ, ചേവലക്കരയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്തുകൊണ്ടാണ് ആ ജനിച്ചു വീണ കുഞ്ഞിന് പോലും അല്ലാഹുവിന്റെ പേര് വേണ്ട, ജിമിക്കി കമ്മൽ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? കാരണം മറ്റൊന്നുമല്ല, ആ കുഞ്ഞിനെ നിങ്ങൾ ഗർഭാശയത്തിൽ ചുമന്ന് നടക്കുമ്പോ തന്നെ നിങ്ങൾ കേൾക്കുന്നത് ജിമിക്കി കമ്മലാ, നിങ്ങൾ കേൾക്കുന്നത് മോശമായ ഗാനങ്ങളാ. അതുകൊണ്ട് തന്നെ നീയും എന്റെ കുഞ്ഞും തമ്മിൽ കണക്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നതാ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞറിയുകയാ, നിങ്ങൾ കേൾക്കുന്നതാ കുഞ്ഞറിയുകയാ, നിങ്ങൾ പ്രവർത്തിക്കുന്നതാ കുഞ്ഞറിയുകയാ, നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും ആ കുഞ്ഞറിയുകയാ. അതുകൊണ്ട് തന്നെ ഗർഭാശയത്തിലിരിക്കുമ്പോൾ ഈ ജിമിക്കി കമ്മൽ കേട്ടുകൊണ്ടാ നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തോട്ട് ജനിച്ചു വീണ കുഞ്ഞിന് പോലും അല്ലാഹുവിന്റെ പേര് വേണ്ട എന്ന് പറഞ്ഞ് ജിമിക്കി കമ്മൽ വേണമെന്ന് പറയുന്നത് കൊണ്ടോ അള്ളാന്റെ റസൂൽ വിരൽ ചൂണ്ടിക്കാണിച്ചത് ഈ സമൂഹത്തിലേക്കാ. അള്ളാന്റെ റസൂൽ വിരൽ ചൂണ്ടിക്കാണിച്ചത് ഈ സമൂഹത്തിലേക്കാ. അള്ളാന്റെ റസൂൽ പറയാ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടൊരു സമൂഹത്തിന്റെ മേലിലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പഠിപ്പിച്ചു തരികയാ. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാ, ഈ ഭൂമുഖത്ത് ഒരാളെങ്കിലും അല്ലാഹുവിന്റെ പേര് ഒരാൾക്കെങ്കിലും വേണ്ടാത്തൊരു സന്ദർഭം വരും, അല്ലാഹുവിന്റെ പേര് പറയാത്തൊരു സന്ദർഭം ഈ ഭൂമുഖത്ത് കടന്നു വരും. അന്ന് ഈ ലോകം അവസാനിക്കുമേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ തൊട്ടിലിൽ കിടക്കുന്ന സംസാര ശേഷിയില്ലാത്ത, സംസാര വൈഭവമില്ലാത്ത കുഞ്ഞുപോലും അല്ലാഹുവിന്റെ പേര് വേണ്ട എന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ എത്രമാത്രം മതപ്പതിച്ചു പോയി. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമുക്ക് പടച്ചറപ്പിന് ഓർമ്മയുണ്ടോ? ഇന്ന് നമുക്ക് അല്ലാഹുവിന് ഓർമ്മയുണ്ടോ? മാത്രമല്ല, ഇന്ന് നമുക്ക് നിസ്കാരമുണ്ടോ? ഇന്ന് നമുക്ക് ഖുർആൻ പാരായണമുണ്ടോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് എത്ര ചെറുപ്പക്കാരാ, ഇന്ന് എത്ര സഹോദരിമാരാണ് നിസ്കരിക്കാതെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാതെ 24 മണിക്കൂറും സോഷ്യൽ മീഡിയകളിൽ കളിക്കുന്നവരില്ലേ? വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി സമയം കളയുന്നവരില്ലേ? മാത്രമല്ല, സോഷ്യൽ മീഡിയ ഹറാമിന് വേണ്ടി ഉപയോഗിക്കുന്നവരില്ലേ? സോഷ്യൽ മീഡിയകൾ ഹറാമിന് വേണ്ടി ഉപയോഗിക്കുന്നവരില്ലേ? അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് സത്യല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? എല്ലാ സഹോദരങ്ങളെ, അല്ലേ, ഇന്നത്തെ ഈ കാലഘട്ടത്തിന് അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാനത് വെറുതെ പറയല്ലേ, ഇന്നത്തെ ഈ കാലഘട്ടത്തിന് അവസ്ഥ പറയാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഈ സമൂഹത്തിന് സ്വർഗമുണ്ടെന്ന ബോധമില്ലാതെ ഇന്ന് നിസ്കാരമില്ല, ഖുർആനില്ല, ഒന്നുമില്ല. പിന്നെ എന്ത് മതി? സീരിയൽ മതി, സിനിമ മതി, അത് മതിയാവും. ഖുർആൻ വേണ്ട, സ്വലാത്ത് വേണ്ട, ദിക്ർ വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ടോ ഈ മാതാപിതാക്കള് മക്കളോട് എന്ത് പറയും? മാതാപിതാക്കൾ മക്കളോട് പറയും, മോനെ സ്കൂളിൽ പോയി പഠിച്ചോ, മദർസത്ത് പോയി പഠിച്ചോ, നാളെക്കുള്ള പഠിച്ചോ എന്നൊക്കെ മാതാപിതാക്കൾ പോയി മക്കളെ ഉപദേശിക്കും. എന്നിട്ട് മാതാപിതാക്കൾ ചെന്നിരിക്കുന്ന എവിടെയാ?
എന്നിട്ട് മാതാപിതാക്കൾ ചെന്നിരിക്കുന്നത് എവിടെയാ? സിനിമന്റെ മുമ്പിൽ, സീരിയലിന്റെ മുമ്പിൽ. ഇതെല്ലാം ഇപ്പൊ നമ്മളുടെ അവസ്ഥ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മക്കളെ ഉപദേശിച്ച് നമ്മൾ തന്നെ സിനിമ കണ്ട് സീരിയൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ മക്കൾ നന്നാവുക? പിന്നെ എങ്ങനെയാ മക്കൾ സ്വാലിഹീങ്ങളാകുക? അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാ. മാത്രമല്ല നമ്മുടെ മക്കൾക്ക് ഹറാമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കഴിഞ്ഞ പിന്നെ ആ മക്കളെ കൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള തെമ്മാടികളായ മക്കളാണ് നാളെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോ ആ മാതാപിതാക്കളെ വൃദ്ധസദനത്തിന്റെ അകത്ത് കൊണ്ടുപോയി തള്ളുന്നത് ഇങ്ങനെയുള്ള തെമ്മാടികളായ മക്കളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സിനിമാ നടന്മാരുടെ ജീവിതം നമുക്ക് വേണ്ട. ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ സിനിമാ നടന്മാര് എങ്ങനെയാണോ മുടി വളർത്തുന്നത്, സിനിമാ നടന്മാര് എങ്ങനെയാണോ ഫാഷനാക്കി മുടി വെട്ടുന്നത്, അതുപോലെ മുടി സ്റ്റൈലാക്കിയിട്ട് സിനിമാ നടന്മാർ എങ്ങനത്തെ വസ്ത്രമാണോ ധരിക്കുന്നത് അതുപോലത്തെ വസ്ത്രം ധരിച്ചിട്ട് സിനിമാ നടന്മാരുടെ ജീവിതം, സിനിമാ നടികളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആധുനിക കാലഘട്ടത്തില് മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം പെങ്ങളെ ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെയാ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക? പിന്നെ എങ്ങനെയാ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക? പിന്നെ എങ്ങനെയാ നമുക്ക് ഈമാൻ ഉണ്ടാവുക? അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന അള്ളാഹുവിന്റെ സഹായം കിട്ടുക? പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുക? അതുകൊണ്ട് ഇങ്ങനെയുള്ള തെമ്മാടികളായ കാര്യങ്ങൾ, തെമ്മാടിത്തരങ്ങളായ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇതിനൊക്കെ ഒന്ന് വിട പറയൂ സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇങ്ങനെയുള്ള എല്ലാവിധ ഹറാമായ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് പൊട്ടിക്കരഞ്ഞു കൊണ്ടിരുന്നോടുകൂടെ പഠിച്ചറപ്പിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. തൗബയോടുകൂടെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് ജിമ്മിക്ക് കമ്മൽ പഠിപ്പിച്ചു കൊടുക്കില്ലേ, മക്കൾക്ക് സിനിമാ ഗാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കില്ലേ, മക്കൾക്ക് മോശമായ ഹറാമായ ഗാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മക്കളെ എല്ലാ തെമ്മാടിത്തരങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് മക്കളെ ദീനിയായ സംരംഭത്തിനോട് അടുപ്പിക്കുക, അല്ലാഹുവിന്റെ ദീനുമായി അടുപ്പിക്കുക. എന്നാലേ നമുക്ക് ഉപകാരമുള്ളൂ. എത്രയെത്ര സഹോദരിമാരാ വിദേശ രാജ്യത്ത് നിന്ന് ഭർത്താക്കന്മാരെ പണമയക്കുമ്പോ ആ പണം കൊണ്ട് ഇവിടെ ദൂർത്തടിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദരിമാർ ഇവിടെയില്ലേ, നമുക്കിടയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരില്ലേ? അല്ലേ സഹോദരങ്ങളെ? എന്റെ പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യത്ത് പോകപ്പെട്ട പ്രവാസികളുടെ അവസ്ഥ എന്താ? പ്രവാസികളുടെ അവസ്ഥ എന്താ? പ്രവാസികളുടെ പ്രവാസ ജീവിതം എങ്ങനെയോ? സഹോദരങ്ങളെ, സഹോദരന്മാരെ, അൽ-ഹാഫിള് ജാബിർ എന്ന ഫേസ്ബുക്കിന്റെ ഇൻബോക്സിൽ ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ, ഒരുപാട് പേര് വിനീതനോട് മോനെ ദുആ ചെയ്യണേ, ഞങ്ങളുടെ ജോലി ഇവിടെ വല്ലാത്ത കഷ്ടത്തിലാണ്, പ്രതിസന്ധിയിലാണ്, മോനെ ദുആ ചെയ്യണേ എന്നൊരുപാട് പ്രവാസികൾ വിനീതന് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ പ്രവാസികളുടെ പ്രതിസന്ധിയുടെ ഗൗരവം ഈ വിനീതൻ അറിഞ്ഞില്ല. അവർ മെസ്സേജ് അയച്ചപ്പോ, അവർ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ അതിന്റെ ഗൗരവം ഈ വിനീതന് മനസ്സിലായില്ല. 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ വിനീതൻ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തോടുകൂടെ 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ വിനീതൻ വിദേശ രാജ്യത്ത് നിന്നപ്പോഴാണ് ഒമാൻ മസ്കറ്റിലേക്കാണ് ഈ വിനീതൻ
വന്നപ്പോഴല്ലേ പ്രവാസിയുടെ അവസ്ഥ കണ്ടത്. പ്രവാസിയുടെ അവസ്ഥ എന്താ? സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാസികൾക്ക് നാട്ടിൽ വരുമ്പോ അത്തറിന്റെ സുഗന്ധമുണ്ട്, പൗഡറിന്റെ സുഗന്ധമുണ്ട്, സ്പ്രേയുടെ സ്മെല്ലുണ്ട്. പക്ഷേ ആ പ്രവാസിയുടെ അവിടുത്തെ അവസ്ഥ എന്താ? പ്രവാസിയുടെ റൂമിന്റെ അവസ്ഥ എങ്ങനെയാ? ഒരു കട്ടിലിന് മുകളിൽ 4 തട്ടാ, അതല്ലെങ്കിൽ 6 തട്ടാണ്. ഉണക്കമത്തിയും അയിലയും അടുക്കി വെച്ചതുപോലെ സ്റ്റവും ചട്ടിയും അടുത്ത് തിരക്കിനിടയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് എന്തോ ഒരു ജീവിതമാ. എന്റെ പ്രിയപ്പെട്ടവര്, ആർക്ക് വേണ്ടിയാണ് അവര് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് അവരവിടെ പണിയെടുക്കുന്നത്? കുടുംബം നോക്കാൻ വേണ്ടി, ഉമ്മയെ നോക്കാൻ വേണ്ടി, മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി, സമാധാനത്തോടെ ശാന്തിയോടെ വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ തലചായ്ക്കാൻ ഒരു വീട് നിർമ്മിക്കാൻ, കടബാധ്യതകൾ തീർക്കാൻ, മക്കളെ കെട്ടിച്ചേർക്കാൻ വേണ്ടി പ്രവാസി അവിടെ കിടന്ന് ഒരുങ്ങി തിരികെയല്ലേ? പ്രവാസി പ്രയാസിയല്ലേ? പ്രവാസ ജീവിതം പ്രയാസ ജീവിതമല്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നധികം പ്രവാസികൾക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. കാരണം എന്താ? പതിരാസമയം വരെ ജോലി ചെയ്ത് തളർന്ന് അവസാനം പതിരാസമയത്ത് കിടന്നുറങ്ങാൻ തന്റെ റൂമിലേക്ക് കടന്നു വന്ന് ഒരൽപ്പസമയം കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ പലപ്പോഴും വിശ്രമിച്ച് വീണ്ടും എഴുന്നേറ്റ് നോക്കുമ്പോ ആ സമയത്ത് തന്റെ മുമ്പിലോട്ട് ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ പ്രിയപ്പെട്ട ഉമ്മയില്ല, ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ പ്രിയപ്പെട്ട ഭാര്യയില്ല, ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ പ്രിയപ്പെട്ട മക്കളില്ല, ഉമ്മയില്ല, ഭാര്യയില്ല. രാവിലെ ഡ്യൂട്ടിക്ക് ഓടുന്നതിനിടയിൽ തിരക്കിനിടയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ഒരു ഉണക്ക റൊട്ടി കഴിച്ച് ഉടമസ്ഥന്റെ ആട്ടുപോയിട്ട് ഉടമസ്ഥൻ ചാട്ടവാറ് കൊണ്ട് തെളിക്കുമ്പോ വിശപ്പ് കൊണ്ട് പുല്ല് കടിക്കുന്ന പശുവിനെ പോലെ പ്രവാസി ഒരു കറവ പശുവല്ലേ? സഹോദരങ്ങളെ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയോ! രാവും പകലുമില്ലാതെ, ഉണമുറക്കവുമില്ലാതെ അവർ നമുക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിക്കുകയില്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത്രയേറെ കെട്ടപ്പാടുകൾ സഹിച്ച പ്രവാസികൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോ, അവർ നമുക്ക് വേണ്ടി ജോലിയെടുത്ത് ജീവിക്കുമ്പോ, അവർ നമുക്ക് വേണ്ടി സമ്പത്ത് ആ വിദേശ രാജ്യത്ത് നിന്നും പണം അയച്ചു തരുമ്പോ, അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കല്ലേ? അതുകൊണ്ട് നമ്മൾ ദൂർത്തടിക്കല്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോ, ഇന്നല്ലെങ്കിൽ നാളെ നാടും നിങ്ങളും ഖബറിൽ കിടക്കുമ്പോ, ആരാരുമില്ലാത്ത ഖബറിൽ കിടക്കുമ്പോ, ആ സമയത്ത് നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളെ നമുക്ക് വേണ്ടേ? അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നമുക്ക് വേണ്ടേ? നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോ, ആരാരുമില്ലാത്ത ഖബറിൽ കിടക്കുമ്പോ, ഉമ്മയില്ലാത്ത, ഉപ്പയില്ലാത്ത, ഭാര്യയില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, മക്കളില്ലാത്ത ആ ഖബറിൽ ഏകാന്തനായി നീ കിടക്കുമ്പോ, ഖബറിന്റെ അരികിൽ വന്ന് നീ തനിച്ച് ഖബറിൽ കിടക്കുമ്പോ, ആ സമയത്ത് നിന്റെ ഖബറിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളെ വേണ്ടേ? അല്ലാഹുവേ, ഖബറിൽ കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പയാ. എനിക്ക് വേണ്ടി വിദേശ രാജ്യത്ത് നിന്ന് മരുഭൂമിയിൽ കിടന്ന് ചോരം നീരാക്കി തോന്നിച്ചവരാണല്ല. എന്റെ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കള് നമുക്ക് വേണ്ടേ? അങ്ങനെ ദുആ ചെയ്യുന്ന മക്കളെ വേണ്ടേ? ഉമ്മമാരെ, അതിനെന്ത് വേണം? മക്കളെ ഇപ്പോൾ തന്നെ സ്വാലിഹീങ്ങളായി വളർത്തുക. എന്നാലേ നമുക്ക് ഉപകാരമുള്ളൂ, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അതല്ലെങ്കിൽ നാളെ നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്ന് യാസീനോട് നമ്മുടെ മക്കളെ കിട്ടില്ല, ഒരു ഫാത്തിമയോട് നമ്മുടെ മക്കളെ ലഭിക്കില്ല, ഒരു ഹിലാസുമാരുടെ ചെയ്യാനുള്ള
മക്കളെ നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് മക്കളെ കഴിയുന്നവരൊക്കെ ഹാഫിളീങ്ങളാക്കുക. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകനെ ഹാഫിളാക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹു ആ മകനെ നീ പരിപൂർണ്ണ ഹാഫിളും ആലിമുമാക്കി കൊടുക്കണേ അല്ലാഹ്. ഹാഫിളും ആലിമുമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ പരമാവധി കഴിയുന്നവരൊക്കെ മക്കളെ ഹാഫിളീങ്ങളാക്കാൻ ശ്രമിക്കുക. നാളെ നമ്മുടെ മക്കൾ സ്വർഗത്തിലേക്ക് കൈപിടിച്ചായിരിക്കുന്ന, നാളെ മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന മക്കളെ വേണ്ടേ. അതുകൊണ്ട് മക്കളെ കഴിയുന്നവരൊക്കെ ഹാഫിളീങ്ങളാക്കുക. അതിന് കഴിയില്ലെങ്കിൽ മക്കളെ ആലിമീങ്ങളാക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മക്കളെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഈ ജിമിക്ക് കമ്മൽ പാഠം നടക്കുന്ന നേരം ഒരു 1 മിനിറ്റ് കൊണ്ട് തന്നെ 10 സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താ സഹോദരങ്ങളെ? ഈ ജിമിക്ക് കമ്മൽ ഇങ്ങനെ പാടി നടക്കുന്ന നേരം 1 മിനിറ്റ് കൊണ്ട് 10 സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ഓർത്തിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് അതാ ഒരു ദിവസം അതാ 4 മലക്കുകൾ കടന്നു വരികയാണ്. നബി ഹദറത്തിൽ ഒരു ദിവസം ജിബ്രീലും മീകായിൽ ഇസ്റാഫീൽ അസ്റാഈലും വന്നിട്ടുടൻ ജിബ്രീൽ താൻ പറയുന്നതാ എന്നും സ്വലാത്തൊരു 10 ഒരാളോതുന്നതാ. എന്നാൽ അവൻ കൈ ഞാൻ പിടിച്ച് നടക്കുമേ, അതിവേഗമിൽ പാലം സിറാത്ത് കടത്തുമേ. ഇത് കേട്ട് മീകായിൽ നബിയോടന്ന് കുടിപ്പിക്കുമേ ഞാനവന് ഹൗലിൽ നിന്ന്. ഇത് കേട്ട് ഇസ്റാഫീൽ നബിയോടന്ന് പറയുന്നതാ ഞാനോ സുജൂദിൽ നിന്ന് ശിരസിൽ ഉയർത്തുകയില്ല നബിയെ അങ്ങ് പൊറുക്കപ്പെടാതവൻ ചെയ്തതെല്ലാമെന്ന്. നബിമാരുടെ റൂഹന്നിനാണത് പോലെ പിടി അവനെയും ഞാനെന്ന് അസ്റാഈല. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് 4 മലക്കുകളതാ കടന്നു വരികയാണ്. നബി ഹദറത്തിൽ ഒരു ദിവസം ജിബ്രീലും മീകായിൽ ഇസ്റാഫീൽ അസ്റാഈലും അതാ 4 മലക്കുകൾ കടന്നു വന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ, നബിയേ യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് പറയുന്നവനില്ലേ? അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവനില്ലേ? അവന് ഞാൻ നാളെ കൊടുക്കുന്നതെന്നറിയോ? നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ കത്തിക്കാളുന്ന നരകത്തിന് മുകളിലുള്ള ആ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്ത് ഞാൻ അവന്റെ കൈ പിടിച്ച് നടന്നു പോകുമേ. അവന്റെ കൈ പിടിച്ച് ഞാനാണ് സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം
എന്താ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവൻ നാളെ അവന്റെ കൈ പിടിച്ച് ഞാൻ നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമെന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. തീർന്നിട്ടില്ല. ഇത് കേട്ടപ്പോഴാണ് മഹാനായ മീകായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് അവിടെ നിന്ന് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബി അങ്ങയുടെ മേൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവനല്ലേ, അവനെ ഞാൻ നാളെ ഹൗലുൽ കൗസർ എന്ന ആ ഹൗലിൽ നിന്ന് ആ ഹൗലുൽ കൗസറിലെ പാനീയം അവന് കുടിപ്പിക്കുമെന്ന് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ തീർന്നിട്ടില്ല. ഇത് കേട്ടപ്പോഴാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്ന് പറയുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ മേൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവനില്ലേ, അവൻ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ, അവൻ എത്ര തെമ്മാടിയാണോ, നാളെ അവന് വേണ്ടി ഞാൻ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന് വേണ്ടി മഗ്ഫിറത്തിന് ഞാൻ തേടുമെന്ന് മഹാനായ ഇസ്രാഫീൽ. അവന് അല്ലാഹുവിന്റെ പാപം പുറത്തു കൊടുത്താലല്ലാതെ ഞാൻ ആ സുജൂദിൽ നിന്ന് എന്റെ തല ഉയർത്തുകയില്ലെന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാ. അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയെ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നവൻ 10 സ്വലാത്ത് എല്ലാ ദിവസവും ചെല്ലുന്നവൻ അവൻ എത്ര തെമ്മാടിയാണോ, അവൻ എത്ര കുറ്റം ചെയ്തു പോയിട്ടുണ്ടോ, നാളെ അവന് വേണ്ടി ഞാൻ എന്റെ അല്ലാഹുവിന്റെ മുമ്പിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്ന് അവന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഗ്ഫിറത്തിന് തേടുമെന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നാലാമതായിട്ട് മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, 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 അങ്ങയുടെ മേൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലുന്നവനല്ലേ, അവന് ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോകുമ്പോ അവന്റെ റൂഹിനെ ഞാൻ എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയോ, നബിമാരുടെ റൂഹ് എങ്ങനെയാണതുപോലെ പിടിയാവനെയും ഞാനെന്ന് അസ്റായീല. യാ റസൂലല്ലാഹ്, ആ 10 സ്വലാത്ത് ചൊല്ലുന്നവൻ ഈ ലോകത്തെ ഇവിടെ പറയുമ്പോ അവന്റെ റൂഹിനെ ഞാൻ ഈ അസ്റായീൽ എങ്ങനെയാണ് അവന്റെ റൂഹിനെ പിടിക്കുന്നതെന്നറിയോ, അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് നബിമാരുടെ റൂഹിനെ ഞാൻ എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ ആയിരിക്കും ആ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുക എന്ന് മഹാനായ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു ഇത് നമുക്ക് പതിവാക്കാൻ തൗഫീഖ് തരട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ജിമിക്ക് കമ്മൽ പാടി നടക്കുന്ന നേരം 1 മിനിറ്റ് കൊണ്ട് 10 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം ഒന്ന് ചിന്തിച്ചു നോക്കൂ.